കച്ചത്തീവ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു. കഴിഞ്ഞ ദിവസം നടനും തമിഴക വെട്രി കഴകം നേതാവുമായ വിജയാണ് കച്ചത്തീവിനെ വീണ്ടും ചർച്ചയാക്കിയത്. കച്ചത്തീവിനെ ഇന്ത്യ ഏറ്റെടുക്കണമെന്നായിരുന്നു വിജയുടെ പരാമർശം. വളരെ കാലമായിട്ടുള്ള കച്ചത്തീവ് പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു. ശ്രീലങ്കൻ നാവികസേന ഇന്ത്യയിലെ മീൻപിടുത്തക്കാരെ ഉപദ്രവിക്കുകയാണെന്നും വിജയ് ആരോപിച്ചിരുന്നു. ഇതിനെതിരെ പ്രതികരണവുമായി ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വിജിത ഹെറാത്ത് എത്തി. കച്ചത്തീവ് ഇന്ത്യക്ക് കൈമാറില്ല, ദ്വീപ് ശ്രീലങ്കയുടെ ഭാഗമാണ്, ശ്രീലങ്കൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ദക്ഷിണേന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കാലമാണ്, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്, വിജിത ഹെറാത്ത് പറഞ്ഞു. വളരെ കാലമായി കച്ചത്തീവ് വാർത്തകളിൽ നിറയുന്നുണ്ട്. എന്താണ് കച്ചത്തീവ് വിഷയം? എന്താണ് അതിലെ രാഷ്ട്രീയം? രാമേശ്വരത്തിന് സമീപം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിൽ മാന്നാർ കടലിടുക്കിലെ ചെറിയ ദ്വീപാണ് കച്ചത്തീവ്. എന്തുകൊണ്ടാണ് ഇന്ത്യ കച്ചത്തീവിനെ കുറിച്ച് സംസാരിക്കുന്നത്? 1974 ഇന്ത്യ കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൈമാറിയതാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഈ കൈമാറ്റം. 1956 കച്ചത്തീവിൽ അന്നത്തെ സിലോൺ സർക്കാർ അവകാശവാദം ഉന്നയിച്ചത്. ഈ പ്രദേശം സജീവ ചർച്ചയാകുന്നത് 1968 ഇന്ത്യ സമുദ്രാതിർത്തി 19.2 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചതോടെയാണ് കച്ചത്തീവ് തർക്കപ്രദേശമായി മാറിയത്. 1970 സിലോണും സമുദ്രാതിർത്തി 19.2 കിലോമീറ്ററാക്കി. ഇതോടെയാണ് വിഷയം കൂടുതൽ സങ്കീർണമായത്. പ്രശ്നപരിഹാരത്തിനായി നിരവധി ചർച്ചകൾ നടത്തി. തുടർന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി സിരിമാവോ ബന്ദാരനായികയും ഒരു കരാറിൽ ഒപ്പുവെച്ചു. കരാർ പ്രകാരം കച്ചത്തീവ് ശ്രീലങ്കയുടേതായി മാറി. തമിഴ്നാട്ടിലെ മീൻപിടുത്തക്കാർക്ക് നേരെ ശ്രീലങ്കൻ സേന അതിക്രമങ്ങൾ കാട്ടുന്നുവെന്ന പരാതിയെ തുടർന്നാണ് കച്ചത്തീവ് വീണ്ടും രാഷ്ട്രീയ വിഷയമായി ഉയർന്നത്. കച്ചത്തീവ് ഇന്ത്യ തിരിച്ചു പിടിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. 1974 ഉടമ്പടി പിൻവലിച്ച് കച്ചത്തീവ് വീണ്ടെടുക്കണമെന്ന് 2013 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയും ആവശ്യപ്പെട്ടിരുന്നു. രാമേശ്വരത്ത് നിന്ന് 23 കിലോമീറ്ററും ലങ്കയിലെ തലൈ മാന്നാറിൽ നിന്ന് 27 കിലോമീറ്ററും അകലെയാണ് കച്ചത്തീവ് സ്ഥിതി ചെയ്യുന്നത്. രാമേശ്വരത്ത് നിന്ന് 2.5 മണിക്കൂർ ബോട്ട് യാത്രയുണ്ട് ഇവിടേക്ക്. ഇവിടുത്തെ സെന്റ് ആന്റണീസ് കാത്തലിക് പള്ളിയിൽ വർഷം തോറും തിരുനാൾ ഉത്സവം നടക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും തീർത്ഥാടകർ ഇവിടേക്ക് എത്താറുണ്ട്. 1905 സ്ഥാപിച്ചതാണ് ഈ പള്ളി. കച്ചത്തീവിനെ ശ്രീലങ്കയുടെ പരമാധികാര പ്രദേശമായി അംഗീകരിക്കുമ്പോഴും ഇന്ത്യയിലെ മീൻപിടുത്തക്കാർക്ക് വിശ്രമിക്കാനുള്ള അവകാശം തുടരുമെന്ന് ഉടമ്പടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പാലിച്ചു പോന്നിരുന്നു. അതിനിടെയാണ് മീൻപിടുത്തക്കാർ തമ്മിലുള്ള തർക്കം ഉടലെടുത്തത്. മത്സ്യവിളവ് കുറഞ്ഞതോടെയാണ് തർക്കങ്ങൾ ഉടലെടുത്തത്.